മർക്കോസിൻ്റെ സുവിശേഷം ബൈബിൾ പഠനത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് നാം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. കഴിഞ്ഞ ആഴ്ച വരെ നാം 6 ക്ലാസ്സുകൾ പഠിക്കുകയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം പകുതി വരെയാണ് നാം കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തുകയുണ്ടായത്. ഇന്ന് 4-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗവും 5-ാം അധ്യായം 20-ാം വചനം വരെയും നമുക്ക് പഠിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 4 തരം മണ്ണുകളുടെ ഉപമയാണ് നാം പഠിച്ചത്. അതോടൊപ്പം വളർന്നു വരുന്ന ഒരു ചെടി, ഒരു വിത്തിൽ നിന്ന് വളർന്നു വരുന്ന ചെടിയെക്കുറിച്ച്, അത് ദൈവരാജ്യത്തോട് ഉപമിച്ച് കർത്താവ് പറഞ്ഞ ഉപമ, അതും നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം മർക്കോസ് 4:30 മുതൽ 5-ാം അധ്യായം 20-ാം വചനം വരെ ആകുന്നു. അതിൻ്റെ രൂപരേഖ ഞാനിവിടെ 3ആയി തിരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് കടുകുമണിയുടെ ഉപമയാണ്. 4-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ കടുകുമണിയുടെ ഉപമ നാം കാണുന്നു. രണ്ടാമത്തെ ഭാഗം യേശു വലിയ ചുഴലിക്കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഭാഗമാണ്. 4-ാം അധ്യായം 35 മുതൽ 41 വരെ. തുടർന്ന് യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന കാര്യമാണ് 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നമുക്ക് 1-ാം ഭാഗത്തേക്ക് വരാം. 4-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു ദൈവരാജ്യത്തെ കടുകുമണിയോട് ഉപമിച്ച് സംസാരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമ അഥവാ രൂപകമാണ് ഈ ഭാഗം എന്ന് 30-ാം വാക്യത്തിൽ പറയുന്നു. 30-ാം വചനം നോക്കാം. മാർക്ക് 4:30. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്. യേശു കടുകുമണിയുടെ ഉപമ പറഞ്ഞിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപമയാണത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നാൽ നമുക്ക് കടുകുമണി, കടുക് വിതയ്ക്കുന്നതും കടുക് വളർന്നു വരുന്നതും ഒക്കെ അവിടെയുള്ളവർക്ക് പരിചിതമാണ്. എങ്കിലും തെക്കേ ഇന്ത്യയിൽ നമുക്ക് അതത്ര പരിചയമുള്ള കാര്യമല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരും കേൾവിക്കാരും എല്ലാം കടുകിനെക്കുറിച്ചും കടുകുമണിയുടെ വളർച്ചയെക്കുറിച്ചും ആ ചെടിയെക്കുറിച്ചും നല്ലതായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ടാണ് യേശു ആ ഉപമ പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത ഏറ്റവും ചെറിയ ഒരു വിത്താകുന്നു എന്നുള്ളതാണ്. കടുക് നാം ഉപയോഗിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ കടുകുകൾ നമ്മുടെ ദേശത്ത് കിട്ടും. എങ്കിലും അത് പൊതുവെ പറഞ്ഞാൽ മറ്റുള്ള എല്ലാ വിത്തുകളെ അപേക്ഷിച്ച് വളരെ ചെറിയതാണ് എന്നുള്ളതാണ്. എങ്കിലും അത് വലിയ ഒരു ചെടിയായി വളർന്നു വരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദൈവരാജ്യവുമായിട്ട് എങ്ങനെയാണ് ഇതിനെ ഉപമിച്ച് സംസാരിക്കുന്നത്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മസ്റ്റാർഡ് സീഡ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ? അതാണ് യേശു അവിടെ പറഞ്ഞതിലുള്ള പ്രധാന ആശയം. ദൈവം ബലഹീന പാത്രങ്ങളെ ദൈവരാജ്യത്തിൻ്റെ പണിക്കായി ഉപയോഗിക്കുന്നു. ചെറിയ ചെറിയ സാധ്യതകളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. വലിയ കാര്യങ്ങളെ അതുകൊണ്ട് ദൈവം നേടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം. നമുക്ക് ഒരു ഭാഗം ഇതിനെ തെളിയിക്കുവാനായിട്ട് വായിക്കാം. സഭയുടെ വളർച്ചയെക്കുറിച്ച്, സഭ എങ്ങനെ വളർന്നു വരുന്നു, ദൈവരാജ്യം എങ്ങനെയാണ് ചെറിയ തുടക്കത്തിൽ നിന്ന് വളർന്ന് വ്യാപിക്കുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതലുള്ള ചില വചനങ്ങൾ വായിക്കാം. 1 Corinthians chapter 1 verses 26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളൊക്കെ എത്ര എളിയവരായിരുന്നു, എത്ര ചെറിയവരായിരുന്നു, അല്ലെങ്കിൽ എത്രയധികം പാപത്തിൽ അടിമപ്പെട്ടവരായിരുന്നു. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു. എങ്കിലും
നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങളെ വിളിച്ച വിളി അത്യുന്നതമാണ്. ദൈവസഭയുടെ പണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ആ ആശയമാണ് യേശു കടുകുമണിയുടെ ഉപമയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. ദൈവരാജ്യം വളരെ ഹമ്പിൾ ബിഗിനിങ്സിൽ കൂടെയാണ് ആരംഭിക്കുന്നത്. ചെറിയ തുടക്കമാണ്. ഈ ലോകത്തിലെ വലിയ മിടുക്കന്മാരും കഴിവുള്ളവരെയും അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തല്ല ദൈവം തൻ്റെ പണി ഏൽപ്പിക്കുന്നത്. ദൈവം സാധാരണക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കുക. അവർ ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാരൊന്നും ആയിരുന്നില്ല. പലരും മീൻപിടുത്തക്കാരായ മുക്കുവന്മാരായിരുന്നു. വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു. എങ്കിലും അവരെയൊക്കെ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തു വലിയൊരു പ്രവൃത്തിക്ക് അവിടെ ആരംഭം കുറിക്കുകയായിരുന്നു. ഈ കടുകുമണിയെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. അവിടെ വയലിൽ ഇത് വിതയ്ക്കും. നമ്മൾ നെല്ലും ഒക്കെ ഇവിടെ വിതയ്ക്കുന്നത് പോലെയാണ്. അത് വയൽ നിറയെ ഈ കടുകും ചെടികൾ ഇങ്ങനെ നെല്ല് പോലെ വളർന്നു വരും. അത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു 3, 4, 5 അടി വരെ ഈ കടുകിൻ്റെ ചെടി വളർന്നു വരും. അത് വളരെ ഭംഗിയാണ്. പൂക്കുന്ന സമയത്ത് നിറയെ മഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കും. ഇതിൻ്റെ ശാഖകളിലൊക്കെ ചെറിയ പക്ഷികളൊക്കെ വന്നിരിക്കാനുള്ള ബലം ഈ ചെടിക്കുണ്ട്. ഇവിടെ യേശു പറയുന്നത് ഈ ചെടിയുടെ തണലിൽ ആകാശത്തിലെ പറവകൾക്ക് വന്ന് ഇരിക്കാനും തണൽ കൊള്ളുവാനും റെസ്റ്റ് എടുക്കാനും ഉള്ള രീതിയിൽ ഈ ചെടി ഇത്ര ചെറിയ വിത്തിൽ നിന്നും ഈ ചെടി വളർന്ന് ഒരു വലിയ ചെടിയായി തീരുന്നു എന്നാണ് യേശു സൂചിപ്പിച്ചത്. പ്രിയ സഹോദരന്മാരെ, ദൈവരാജ്യം അങ്ങനെയാണ് വളരുന്നത്. നമ്മയൊക്കെ ഉപയോഗിച്ച് ദൈവം തൻ്റെ പ്രവൃത്തി, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വീണ്ടും ചില വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 33, 34 വാക്യങ്ങൾ നോക്കുക. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഉപമ മാത്രമല്ല, നിരവധി ഉപമകൾ യേശു പറഞ്ഞു. ഇവിടെ പറയുന്ന 33-ാം വചനം ശ്രദ്ധിക്കണമേ. അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് യേശു വചനം പറഞ്ഞു പോന്നു. സാധാരണക്കാരായ മനുഷ്യരാണ്. മീൻപിടുത്തക്കാരും കൃഷിക്കാരും ഒക്കെ അതിലുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപമകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കഥകൾ ഉപയോഗിച്ച് അവരുടെ ലെവലിൽ, അവരുടെ കഴിവിനനുസരിച്ചാണ് യേശു അവരോട് പ്രസ്താവിച്ചത്. വലിയ തിയോളജിയും യഹൂദ പണ്ഡിതന്മാരുടെ ഭാഷണങ്ങളും ഒന്നും അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന കഥകൾ, പാരബിൾസ് അഥവാ ഉപമകൾ പറഞ്ഞ് അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നാണ് യേശു സംസാരിക്കുന്നത്. ഇത് വളരെ നമുക്കെല്ലാവർക്കും അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു മാതൃകയാണ്. നമ്മുടെ കേൾവിക്കാരെ നാം മനസ്സിലാക്കണം. ദൈവവചനം സംസാരിക്കുന്നവരാകട്ടെ, സാക്ഷ്യം പറയുന്നവരാകട്ടെ, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളെ നയിക്കുന്നവരാകട്ടെ, നമ്മെ കേൾക്കുന്ന ആളുകളുടെ ലെവലിലേക്ക് ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന അളവിൽ നാം പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നാം പ്രസംഗിക്കുന്നതൊക്കെ അവരുടെ തലയ്ക്ക് മീതെ കടന്നു പോകും. അവർക്കൊന്നും മനസ്സിലാവുകയില്ല. യേശു ഇതിൽ നല്ലൊരു മാതൃകയാണ്. 34-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ആൾക്കൂട്ടമെല്ലാം ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ തനിയെ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഈ ഉപമയുടെ അർത്ഥം എന്താ? ഞങ്ങൾക്കെല്ലാം ഒന്നും മനസ്സിലായില്ല. അപ്പോൾ യേശു അവരോട് വിശദമായി അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ച് വലിയൊരു പ്രിവിലേജ് ആയിരുന്നു. ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്രിവിലേജ്. ഒരു പ്രത്യേക ഒരു അനുഗ്രഹമായി അവർക്കത് ലഭിച്ചു. യേശു അവരോട് വ്യക്തിപരമായി നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന കാര്യം. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, പ്രവചന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതെല്ലാം മനസ്സിലായില്ലെങ്കിലും വീണ്ടും അതിനെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥനയോടെ വീണ്ടും വായിക്കുമ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ച് തരും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പ്രത്യേക പദവി, ഒരു പ്രത്യേക അനുഗ്രഹം ദൈവം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. തൻ്റെ തിരുവെഴുത്തുകളെ, തൻ്റെ വചനങ്ങളെ, അതിൻ്റെ ആത്മീയ അർത്ഥത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ അന്തരാത്മാവിൽ അത് പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിച്ച് തരുവാനായിട്ട് പ്രാർത്ഥനയോടെ നാം ദൈവവചനത്തിൻ്റെ അടുത്തേക്ക് വരണം.
ഈ മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുന്ന സമയത്തും നാം ഇത് പലപ്പോഴും വായിച്ചിട്ടുള്ളവരാണ്. എങ്കിലും അത് കുറച്ചുകൂടെ അടുത്ത് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിലെ പല ആത്മീയ സത്യങ്ങളും ദൈവാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അതിനുള്ള പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കേൾക്കാം. രണ്ടാമത്തെ ഭാഗം, ഇന്ന് പഠിക്കാനുള്ള രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മർക്കോസ് 4-ാം അധ്യായം 35 മുതൽ അതിൻ്റെ അവസാന വചനമായ 41-ാം വചനം വരെയാണ്. അത് യേശു കടലിനെ ശാന്തമാക്കുന്നു, ചുഴലിക്കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ജീസസ് സ്റ്റിൽസ് ദ ടെമ്പസ്റ്റ്. കടലിൽ ആഞ്ഞടിച്ച ഒരു ചുഴലിക്കൊടുങ്കാറ്റിനെ യേശു തൻ്റെ വാക്കുകൊണ്ട് അതിനെ ശാന്തമാക്കി, കടലിനെ ശാന്തമാക്കി. അതാണ് ആ സംഭവം. ഈ വിവരം, ഈ സംഭവം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലും അതോടൊപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ആ രണ്ട് ഭാഗത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം നോക്കാം. ഗലീല കടലിനെക്കുറിച്ച് ചില അറിവ് നമുക്ക് വേണം. 35-ാം വാക്യം നോക്കുക. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് യേശു അവരോട് പറഞ്ഞു. ഇപ്പോൾ ഇവർ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവർ കഫർന്നഹൂമിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്താണ്. എന്ന് വെച്ചാൽ ഗലീല കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു മത്സ്യബന്ധന പട്ടണമാണ് കഫർന്നഹൂം. ഈ ഗലീല കടലിനെ നോക്കിയാൽ ശ്രീലങ്ക പോലെ ഇരിക്കും. ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് വടക്കു നിന്ന് തെക്കോട്ടേക്ക് നീണ്ടു കിടക്കുന്ന ഒരു തടാകമാണ്. അതിൻ്റെ ഇടത്തുനിന്ന് വലത്തേക്കുള്ള വീതി ഏതാണ്ട് 13 കിലോമീറ്ററും നീളം, അതായത് വടക്കു നിന്ന് തെക്കേ അറ്റം വരെ 21 കിലോമീറ്ററുമാണ്. ഉദ്ദേശം കണക്ക് അങ്ങനെയാണ്. ഒരു വലിയ ശുദ്ധജല തടാകം തന്നെയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ വടക്കു നിന്ന് തെക്കോട്ടേക്കാണ് യാത്ര വരുന്നത്. ഇപ്പോൾ അവർ കഫർന്നഹൂമിൽ ഗലീല കടലിൻ്റെ വടക്കേ അറ്റത്ത് ആണ് ഇരിക്കുന്നത്. അവർ അക്കരയ്ക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ നേരെ തെക്കോട്ട് യാത്ര ചെയ്ത്, ഉദ്ദേശം 20 കിലോമീറ്റർ. ഈ ബോട്ട് തുഴഞ്ഞ്, അന്ന് എൻജിനൊന്നുമില്ല നമുക്കുള്ളതുപോലെ, ഇന്നുള്ളതുപോലെ എൻജിനൊന്നുമില്ല. അന്ന് അവർ തുഴഞ്ഞാണ് വരുന്നത്. അപ്പോൾ സന്ധ്യ ആയപ്പോൾ പറഞ്ഞു, രാത്രി നമുക്ക് തുഴഞ്ഞ് അങ്ങ് തെക്കേ അറ്റത്തേക്ക് പോകാം, 20 കിലോമീറ്റർ പോകണം. ശിഷ്യന്മാർക്കത് പരിചയമുണ്ട്. അവർ പലരുണ്ട്. അവർ ഈ ബോട്ട് തുഴഞ്ഞ് അവർ വടക്ക് നിന്ന് തെക്കേക്ക് വരികയാണ്. 20 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. എൻ്റെ കണക്കനുസരിച്ച് ഉദ്ദേശം ഒരു 2 മണിക്കൂർ തുഴഞ്ഞെങ്കിലേ, അല്ലെങ്കിൽ ഉദ്ദേശം അത്രയും സമയം എടുത്തെങ്കിലേ അവർക്ക് ഈ ഗലീല കടലിൻ്റെ തെക്കേ അറ്റത്ത് വന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ആ സമയത്താണ് വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചു. 37-ാം വാക്യം. 36, അവൻ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. യേശുവിനെയും തുഴഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ തെക്ക് വശത്തേക്ക് വരികയാണ്. ഉദ്ദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കടലിൽ കയറി, ബോട്ടിൽ കയറി പെട്ടെന്ന് അക്കരയ്ക്ക് പോയി, അത് വളരെ ചെറിയൊരു ദൂരമാണെന്ന് നമ്മുടെ മനസ്സിലങ്ങ് ചിന്തിക്കും. എന്നാൽ അത് ഇത്രയും ദൂരമുള്ളതാണെന്ന് നാം അറിഞ്ഞിരിക്കുകയാണ്. 37-ാം വചനം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ, അതായത് ബോട്ടിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. എന്താ സംഭവിച്ചത്? അവർ യാത്ര തുടർന്നു. നാം ആ വാക്യങ്ങളിൽ വായിക്കാൻ സാധിക്കും, യേശു ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി. ആ വള്ളത്തിൻ്റെ, ബോട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ കുഷ്യനൊക്കെ വെച്ച് യേശു അങ്ങ് ഉറങ്ങിപ്പോയി. ഇവിടെ നാം യേശുവിനെ നമ്മുടേതുപോലുള്ള ബലഹീനതയുള്ള, ഉറക്കം വരുന്ന, ക്ഷീണം വരുന്ന ഒരു മനുഷ്യനായിട്ട് യേശുവിനെ കാണുന്നു. യേശുവിൻ്റെ 2 സ്വഭാവ സവിശേഷതകളും യേശുവിലുണ്ടായിരുന്നു. താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. എങ്കിലും നമ്മുടേതുപോലുള്ളൊരു ശരീരത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു അവിടെ കിടന്ന്, ആ ബോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റ്. ബൈബിളിൽ വേറെയും ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നോക്കുക. ആക്ട്സ് 27 വേഴ്സസ് 14 and 15. കുറെ കഴിഞ്ഞിട്ട്
അതിന് വിരോധമായി, കപ്പലിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. ഇവിടെ പൗലോസും മറ്റ് തടവുകാരും ഒക്കെ ഈ റോമിലേക്ക് യാത്ര പോകുന്ന ആ ഒരു യാത്രയാണ്. 276 യാത്രക്കാരെയും കൊണ്ട് ഈ കപ്പൽ യാത്ര പുറപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാത്തവണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ വെള്ളത്തിൽ കൂടെ പാറിപ്പോയി. അതും വലിയൊരു അപകടമാണ്. നമുക്കതിനെക്കുറിച്ച് അറിയാം. അവിടെ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, വലിയ ആപത്തുണ്ടായി. 14 ദിവസം ആ കൊടുങ്കാറ്റിൽ പെട്ട് അവർ വെളിച്ചം കാണാതെ അലഞ്ഞു എന്നൊക്കെയും നാം അവിടെ വായിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ചുഴലിക്കൊടുങ്കാറ്റുകൾ വളരെ മാരകമാകാൻ സാധിക്കും, വളരെ ഡേഞ്ചറസ് ആകാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ സഹോദര സഹോദരന്മാരെ, ഇവിടെ വെള്ളത്തിലുണ്ടായ ആ ചുഴലിക്കൊടുങ്കാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തിരമാലകൾ പൊങ്ങി, വെള്ളം ഈ ഇവരുടെ ബോട്ടിൽ അടിച്ചു കയറി. അങ്ങനെ വെള്ളം കൂടുതൽ ഒരു ക്രമാതീതമായിട്ട് പെരുകി അതിനകത്ത് കയറിയാൽ ഈ വള്ളം തന്നെ മുങ്ങിപ്പോകും, ബോട്ട് തന്നെ മുങ്ങിപ്പോകും. അപ്പോൾ അവരാകെ പരിഭ്രാന്തരായി. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അടിക്കാറുണ്ട്. അവയെക്കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം. ജീവിതത്തിൽ അടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റുകൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് സഹോദരങ്ങളെ, നാം ഒക്കെ ഇങ്ങനെയുള്ള കൊടുങ്കാറ്റുകളെ നേരിട്ടിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റുകൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ സാരമില്ല, കൊടുങ്കാറ്റൊക്കെ മാറുമെന്ന് പറയാൻ കഴിയാം. എന്നാൽ അത് പലപ്പോഴും ഭയമുണ്ടാക്കുന്നതാണ്. അത് ചിന്താക്കുഴപ്പവും ആങ്സൈറ്റിയും വല്ലാത്ത ഭയവും ഉണ്ടാക്കുന്നതാണ്. എന്ത് സംഭവിക്കാം, ഇത് മറഞ്ഞു പോയാൽ മുങ്ങിപ്പോകും. വളരെ ആഴമുള്ള ഒരു ഗലീലക്കടലിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പരിചയമുള്ള മീൻപിടുത്തക്കാരാണെങ്കിലും അവർക്കെല്ലാവർക്കും വലിയ ഭയവും ആങ്സൈറ്റിയും ചിന്താകുലവും ഉണ്ടായി. അവരാകെ നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്നവർ നിലവിളിച്ചു. പലപ്പോഴും ജീവിതത്തിൽ രോഗത്തിൻ്റെ പരിശോധനകൾ വരാം. ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണമോ, വല്ലാത്ത അപമാനമോ വേദനകളോ നഷ്ടമോ ഒക്കെ ജീവിതത്തിൽ നാം ഒക്കെയും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വല്ലാത്ത കൊടുങ്കാറ്റുകൾ പോലെ ആഞ്ഞടിക്കും. ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ തോന്നുന്ന അളവിൽ കാര്യങ്ങൾ വരാറുണ്ട്. ബൈബിളിൽ നോക്കുമ്പോൾ, പഴയ നിയമത്തിൽ നോക്കിയാൽ ഇയ്യോബിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെയും ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു എന്ന് നാം വായിക്കുന്നു. തൻ്റെ മക്കൾ വളരെ സന്തോഷത്തോടെ ഒരിടത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റ് ഉണ്ടായി. ആ വീടൊക്കെയും അവരുടെ മേൽ വീണു. മക്കൾ 10 പേരും തൽക്ഷണം മരിച്ചുപോയി. ഇയ്യോബ് വളരെ ദുഃഖിതനായി. ഈ കാര്യമൊക്കെ നാം വായിക്കുന്നു. കൊടുങ്കാറ്റ് ആക്ഷരികമായിട്ടും അത് ആത്മീയ അർത്ഥത്തിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയും. ഇവിടെയൊക്കെ നാം ഒക്കെ നേരിടുന്നത് മിക്കപ്പോഴും ആത്മീയമായ അർത്ഥത്തിലാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാനുള്ള കൊടുങ്കാറ്റുകൾ പലപ്പോഴും വരാം. അവിടെ നമുക്ക് ആത്മീയ കൂട്ടായ്മയും പ്രാർത്ഥനയും പിടിച്ചു നിൽക്കാനുള്ള അങ്ങനെയുള്ള സാധ്യതകളും ആവശ്യമാണ്. ദൈവം തൻ്റെ വചനത്താലും ആത്മാവിനാലും ദൈവമക്കളുടെ കൂട്ടായ്മയാലും ഒക്കെയാണ് ഇങ്ങനെയുള്ള കൊടുങ്കാറ്റുകളിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങൾ നോക്കാം. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 2 and 3. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഇതാണ് യാക്കോബ് വിശ്വാസികളോട് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് അതിന് ട്രയൽസ് ഉണ്ടാകും, അതിനെ പരിശോധിക്കും, പരിശോധനകൾ ഉണ്ടാകും, നിങ്ങൾക്ക് പല ടെംപ്റ്റേഷൻസും ഉണ്ടാകും. അവിടെ നിങ്ങൾ അതിനെ സഹിച്ച് നിൽക്കണം. അത് നിങ്ങളെ സ്ഥിരപ്പെടുത്തും. നിങ്ങളുടെ വേരുകൾ മണ്ണിൽ ഉറയ്ക്കുവാൻ ഒരു വൃക്ഷം പോലെ നിങ്ങളെ അത് സഹായിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കും. അതാണ് ഈ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെ ഉദ്ദേശം. നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. യേശുവിനെക്കുറിച്ച് നാം കാണുന്നു. യേശു ഈ സമയത്ത് ആ പടകിൻ്റെ, ആ ബോട്ടിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അതാണ് 38-ാം വാക്യത്തിൽ വായിക്കുന്നത്. 39-ാം വാക്യം നോക്കുക. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. There was great calm
There was great peace. വലിയ കോളിളക്കം യേശുവിൻ്റെ വചനത്തിൽ പെട്ടെന്ന് ശാന്തമായി. യേശുവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. പ്രകൃതിയോടും പ്രകൃതിയിലെ ശക്തികളോടും ഒക്കെ സംസാരിക്കുവാൻ, കൽപ്പിക്കുവാൻ യേശുവിന് അധികാരമുണ്ടായിരുന്നു. ഇവിടെ ശിഷ്യന്മാരുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഭയപ്പെടുക, ഭാരപ്പെടുക, യേശു ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല, അദ്ദേഹം കിടന്ന് ഉറക്കമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്, അത് മതി, ഞങ്ങൾ യേശുവിനെ വിളിച്ചുണർത്തും. അങ്ങനെ ഭയത്തെ എതിർത്തുകൊണ്ട് തന്നിൽ ആശ്രയിക്കുമ്പോൾ അവിടെ വിടുതലുണ്ട്, അവിടെ ഈ കൊടുങ്കാറ്റൊക്കെയും അടങ്ങും. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ കൊടുങ്കാറ്റും കടലിൻ്റെ തിരമാലകളും ശാന്തമായി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. നാം ആരും ക്രിസ്തുവിൻ്റെ ശക്തിയെ, ഇന്നുമുള്ള അവിടുത്തെ ശക്തിയെ നാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ചെറുതായി കാണരുത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിനോടൊപ്പം അവർ കുറേ കാലമായി സഞ്ചരിക്കുന്നവരാണ് എങ്കിലും യേശുവിൻ്റെ ആ ശക്തിയെ വേണ്ടത്ര മനസ്സിലാക്കാനും വിശ്വസിക്കാനും മുറുകെ പിടിക്കുവാനും ഈ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. നാമും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലും. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ കൂടുതൽ കർത്താവിനെ ആശ്രയിപ്പാനും മുറുകെ പിടിക്കുവാനും അവിടുത്തെ ബലമുള്ള വലിയ ശക്തിയിൽ നമ്മുടെ ആശ്രയം ഉറപ്പിക്കുവാനും ഈ കാലങ്ങളിൽ നമുക്കിടയാകേണ്ടതാണ്. യേശു 39 വാക്യത്തിൽ കാണുന്നു, കാറ്റിനെയും കടലിനെയും അതിൻ്റെ ആ വലിയ ശക്തിയെയും അതിൻ്റെ കൊടുങ്കാറ്റിനെയും ഒക്കെ ശാസിച്ചു, അതിനോട് സംസാരിച്ചു. അവിടെ അപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇന്നും യേശു ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ഔവണ്ണം ചെയ്യുവാൻ യേശു ശക്തനാണ്. നമുക്കത് വിശ്വസിക്കാമോ? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ വരുന്ന ഏത് വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും ഞാൻ അങ്ങയെ മുറുകെ പിടിക്കും, അങ്ങയിലേക്ക് നോക്കും. അങ്ങയിൽ എനിക്ക് ആവശ്യമുള്ള ശക്തിയും വിടുതലും ഉണ്ട് എന്ന് നമുക്ക് കർത്താവിനെ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. നാം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത് യേശു ശിഷ്യന്മാരും ഗലീലക്കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള കഫർന്നഹൂമിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ തെക്കോട്ട് ഈ ഗലീലക്കടലിലൂടെ പടകിൽ യാത്ര ചെയ്ത് ഇടയ്ക്കുള്ള ആ കൊടുങ്കാറ്റിൻ്റെ പ്രശ്നമൊക്കെയും ശാന്തമായി. പിന്നെ കടൽ ശാന്തമായിരുന്നു. അവർ തുഴഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കടലിൻ്റെ തെക്കേ അറ്റത്തുള്ള ദേശത്ത് എത്തിച്ചേർന്നു. അതാണ് 5-ാം അധ്യായത്തിൻ്റെ തുടക്കം. അത് നമുക്ക് വായിക്കാം. 5-ാം അധ്യായം 1-ാം വചനം. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. അവർ വന്ന് പടകിൽ ഇറങ്ങിയ ഈ സ്ഥലം ഗലീലക്കടലിൻ്റെ തെക്കേ അറ്റം, അതിനെ ഗദരദേശമെന്നും ഗസരേന്യരുടെ ദേശം എന്നും ഒക്കെയും പറയാറുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. വാസ്തവത്തിൽ ആ ദേശം, അവർ വന്നിറങ്ങിയ ദേശം ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്നില്ല. ഗദരദേശം അഥവാ ഗസരേന്യരുടെ ദേശം എന്ന് പറയുന്ന മറ്റൊരു ഭൂവിഭാഗമായിരുന്നു, മറ്റൊരു ഭാഗമായിരുന്നു അത്. കൂടുതലും വിജാതീയരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് യേശുവും ശിഷ്യന്മാരും പടകിൽ കൂടി യാത്ര ചെയ്ത് വന്ന് ഇറങ്ങിയത്. അവിടുത്തെ സംഭവമാണ് ഇനിയും നാം 3-ാം ഭാഗമായിട്ട് കാണാൻ പോകുന്നത്. നോക്കാം 2-3 വചനങ്ങൾ. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാതിരുന്നു. വളരെ ഉഗ്രരൂപിയായ, ഭീകരനായ ഒരു ഭ്രാന്തൻ, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഭൂതങ്ങൾ കയറി വസിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഭൂതങ്ങൾ മനുഷ്യനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിൽ കയറി അവനെ ബാധിക്കുന്നു. ഭൂതങ്ങൾ മനുഷ്യനെ ബാധിക്കുമ്പോൾ അവൻ്റെ നിയന്ത്രണവും സുബോധവും അവന് നഷ്ടപ്പെടുന്നു. അവന് സുബോധത്തോടെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ വസ്ത്രം ധരിക്കാനോ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ അവനെ
ഈ അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ, ഭൂതങ്ങൾ അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയ്ക്കുമ്പോൾ അവൻ്റെ സുബോധം നഷ്ടപ്പെടുന്നില്ല, അവൻ്റെ നിയന്ത്രണം ഇല്ലാതെ പോകുന്നില്ല. ഈ കാര്യങ്ങൾ നാം എല്ലായ്പ്പോഴും തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നിറവ് ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ചോദ്യചിഹ്നം ഇടേണ്ട, സംശയിക്കേണ്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കാറില്ല, നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ, നല്ല മാർഗത്തിൽ സുബോധത്തോടെ നയിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഈ കാര്യം നമ്മുടെ അറിവിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 വാക്ക് അതിനെക്കുറിച്ചും കൂടെ പറയാം. നാം മുമ്പ് ചിന്തിക്കുകയുണ്ടായി, ഭൂതങ്ങൾ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിക്കും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ഭൂതങ്ങൾ മനുഷ്യരിലും ചിലപ്പോൾ മൃഗങ്ങളിലും പ്രവേശിച്ച് അവരുടെ ശരീരത്തിൽ വസിക്കാറുണ്ട് എന്ന് നാം കാണുന്നു. ഇവിടെയും അതാണ് കാണുന്നത്. എന്നാൽ ഈ ഭൂതങ്ങളുമായിട്ട് ഇടപെടുവാനോ അവയുടെ കാര്യങ്ങളിൽ കൂടുതൽ ജിജ്ഞാസയുള്ളവരായിരിക്കാനോ താല്പര്യം കാണിക്കാനോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവയിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഡ്യൂട്ടറോണോമി ചാപ്റ്റർ 18 വേഴ്സസ് 10 and 11. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. 12-ാം വാക്യം. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ, അതായത് കനാന്യ ദേശത്തെ ജനങ്ങളെ, നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. ഇതാണ് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, നാം ഇങ്ങനെയുള്ള അശുദ്ധാത്മാക്കളുടെ കാര്യത്തിൽ, ഈ ദുരാത്മാക്കളുടെ കാര്യത്തിൽ നാം അതിനോട് കൂടുതൽ ഇടപെടാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യാതെ അവയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നാം ഉറപ്പാക്കേണ്ടതാണ്. മാത്രമല്ല, യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ജെയിംസ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഓക്കെ, നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ഈ ഭാഗത്ത് 1-ാം വാക്യത്തിൽ നോക്കിയാൽ ഇവൻ വളരെ ഉഗ്രരൂപിയായിരുന്നു. 1-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. 4-ാം വാക്യം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഓടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ഇവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച ഭൂതാത്മാക്കൾ വളരെ ശക്തിയുള്ളവയായിരുന്നു. അത് അശുദ്ധാത്മാക്കളായിരുന്നു. അത് ഈ മനുഷ്യനെ ആർക്കും നിയന്ത്രിക്കാനോ പിടിച്ചു കെട്ടാനോ കഴിയാത്ത അളവിൽ അവൻ്റെ ഉള്ളിൽ വലിയ ശാരീരിക ശക്തി അവന് പ്രദാനം ചെയ്തു. ഈ ഭൂതഗ്രസ്തൻ്റെ അവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മനുഷ്യൻ്റെ സ്വയത്തെയും, മനുഷ്യനിലുള്ള നമ്മിലൊക്കെയുള്ള ഒരു സ്വയമുണ്ട്, ഒരു ഈഗോയുണ്ട്. അല്ലെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ നാവിനെയോ മനുഷ്യർക്കാർക്കും അടക്കാൻ സാധ്യമല്ല, മെരുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈഗോയെ, അത് വളരെ ശക്തിയുള്ളതാണ്. അതിനെ ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും നിയന്ത്രിച്ച് നിർത്തി ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആ സ്വയം, ആ ഈഗോ, അതിൻ്റെ ശക്തി കെട്ടുപോവുകയുള്ളൂ. ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ വളരെ വയലൻ്റ് ആയിരുന്നു, വളരെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. ഈ ഭൂതങ്ങൾ അവനിൽ കടന്നിരുന്നത് കൊണ്ട് അവൻ തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അവൻ്റെ ആ അവസ്ഥ നോക്കിയാൽ വളരെ ദുഃഖകരമാണ്. ഇറ്റ് വാസ് വെരി സാഡ് ആൻഡ് വെരി പത്തറ്റിക്. അവനൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവൻ കല്ലറകളിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും സുബോധമില്ലാത്തവനായി അവൻ തന്നെ മുറിപ്പെടുത്തുകയും തൻ്റെ ശരീരത്തെ ചതയ്ക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന് വേദനയൊന്നുമില്ല. ഭൂതങ്ങൾ അവനെ കയറി ബാധിച്ചിരിക്കുകയാണ്.
ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്, പിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു അവസ്ഥ. നമുക്ക് മുമ്പോട്ട് വായിച്ചു പോകാം. 6ഉം 7ഉം വാക്യങ്ങൾ നോക്കുക. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവനിൽ ഭൂതാത്മാക്കളാണ് ഉള്ളത്, ദുരാത്മാക്കളാണ് ഉള്ളത്. എങ്കിലും നമുക്കിവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഈ സാത്താൻ്റെ ശക്തികൾക്ക്, ഈ ഭൂതങ്ങൾക്ക് യേശു ആരാണെന്ന് മനസ്സിലായി. യേശുവിനെ അവർ മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ യേശുവിന് ബഹുമാനം കൊടുക്കുന്നു. യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ക്രിസ്തുവിന് അവർ മാന്യമായിട്ട് യേശുവിനോട് സംസാരിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, അതൊക്കെ അവർക്ക് മനസ്സിലായി. ചുറ്റുമുള്ള മനുഷ്യർക്ക് അതൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യന് അത് വെളിപ്പെട്ടു, അവനത് മനസ്സിലായി. ഭൂതങ്ങളും ദൈവം ഉണ്ടെന്ന് പറയും. ദൈവം ഉണ്ടെന്ന് പറയുന്നതിലൊരു കാര്യമില്ല, അതല്ല കാര്യം എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വചനം, ജെയിംസ് 2:19. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവമുണ്ട്, ദൈവം ഏകനാണ്. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നൊക്കെയും ഈ ഭൂതങ്ങൾ പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല. ഈ ഭൂതങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാനോ മനം തിരിയാനോ ഒന്നും സാധ്യമല്ല. അവർക്ക് അറിവുണ്ട്, എങ്കിലും അവരുടെ ജീവിതത്തിൽ രൂപാന്തരമില്ല. ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. അറിവ് മാത്രം പോരാ. ക്രിസ്തുവിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഉള്ള നല്ല അറിവുകൾ നല്ലതാണ്, എങ്കിലും അത് രൂപാന്തരത്തിലേക്ക്, ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മെ നടത്തേണ്ടത് ആവശ്യമാണ്. 8-ാം വാക്യത്തിൽ നാം ക്രിസ്തുവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുന്നു. 8-ാം വചനം, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. യേശു അതിനിടയ്ക്ക് ആ പ്രഖ്യാപനം നടത്തി, ദുരാത്മാവേ, ഇവനെ വിട്ടു പോവുക എന്ന് അമർച്ചയായി ശാസിച്ചു. പിശാചിനോട് വിട്ടുപോകാൻ കൽപ്പിച്ചു. യേശുവിന് ഇന്നും ആ അധികാരമുണ്ട്. സാത്താൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് യൂണിവേഴ്സൽ ഡൊമിനിയൻ ഉണ്ട്. ലോകത്തെമ്പാടും അധികാരമുണ്ട്. അതുകൊണ്ടാണ് താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ അധികാരം ഇന്നും യേശുവിനുണ്ട്. 9 മുതൽ 12 വരെ നമുക്ക് നോക്കാം. വേഗം വായിച്ചു പോകാം. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഭൂതഗ്രസ്തൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിക്കുവാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. എന്താണ് ലെഗിയോൻ എന്ന് പറഞ്ഞാൽ? ആ കാലത്ത് റോമൻ പട്ടാളത്തിൽ ഉള്ള ഒരു വലിയ ഒരു സംഘത്തെയാണ്, ഒരു യൂണിറ്റിനെയാണ്, ആർമി യൂണിറ്റിനെ ലീജിയൻ എന്ന് പറഞ്ഞിരുന്നു, ലെഗിയോൻ എന്ന് പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ 3000 മുതൽ 6000 വരെ പടയാളികളുള്ള ഒരു മിലിറ്ററി യൂണിറ്റാണ് ഈ ലീജിയൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ ഉള്ളിൽ 1-2 ദുരാത്മാക്കളായിരുന്നില്ല. ഒരു 3000 അല്ലെങ്കിൽ 6000 വരെ ദുരാത്മാക്കൾ അവനിൽ ഉണ്ടായിരുന്നു. ഇവിടെ വാസ്തവത്തിൽ നാം കാണുന്നത്, യേശുവുമായിട്ട് ഈ സാത്താൻ്റെ ശക്തികൾ ഒരു സ്ട്രഗിളാണ് അവിടെ നടക്കുന്നത്. 1-2 ദുരാത്മാക്കളല്ല, ഒരു 4000-6000 ദുരാത്മാക്കൾ അവനിലുണ്ട്. ഈ ക്രിസ്തുവുമായിട്ട് അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ സൂപ്പർനാച്ചുറലി അവിടെ ഒരു സ്ട്രഗിൾ നടക്കുകയാണ്. എന്താണ് ഭൂതങ്ങളുടെ, ദുരാത്മാക്കളുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം ഈ ഒരു പാവപ്പെട്ട മനുഷ്യനെ നിയന്ത്രിച്ച് അവനെ നശിപ്പിക്കുക. അവനെ പോലെയുള്ള പലരും ആ നാട്ടിലുണ്ടായിരുന്നിരിക്കാം. അവരെയൊക്കെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക. അതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. കള്ളൻ വരുന്നത് കൊല്ലാനും മുടിക്കാനും നശിപ്പിക്കാനുമാകുന്നു എന്ന് യേശു ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ യേശു ക്രിസ്തു വന്നത് മനുഷ്യരെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിച്ച് വിടുവിച്ച് സ്വതന്ത്രന്മാരാക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. ലൂക്കോസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇതിൻ്റെ പാരലൽ ഭാഗത്ത്
ഭൂതഗ്രസ്തനായ മനുഷ്യൻ പറയുകയാണ്, ഈ ദുരാത്മാക്കൾ പറയുകയാണ്, ഞങ്ങളെ പാതാളത്തിലേക്ക് അയച്ചു കളയരുതേ എന്ന് അവിടെ അപേക്ഷിക്കുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് സെൻഡ് us ടു ദി അബിസ്, ഞങ്ങളെ അങ്ങോട്ട് അയക്കരുതേ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ പന്നികൾ മേഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ അവർ റിക്വസ്റ്റ് ചെയ്തു, ഈ മനുഷ്യൻ റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു, ഞങ്ങളെ ആ പന്നികളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കണമേ, ഞങ്ങൾക്ക് ഈ ദേശത്തൊക്കെ നിൽക്കണം, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പന്നികളെക്കുറിച്ച് പറഞ്ഞാൽ അത് യഹൂദന്മാരെ സംബന്ധിച്ച് അതൊരു അശുദ്ധ മൃഗമാണ്. അതിൻ്റെ മാംസം ഭക്ഷിക്കുവാൻ അവർക്ക് അനുവാദമില്ല. ലേവ്യാപുസ്തകം 11-ാം അധ്യായം 7-ാം വചനത്തിൽ ഈ പന്നി അത് അയവിറക്കുന്നതല്ല, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അശുദ്ധ മൃഗമാണ്, അതിനെ ഭക്ഷിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം പറഞ്ഞുവല്ലോ, ഈ ദേശം വിജാതീയരായ ആളുകൾ താമസിക്കുന്ന ദേശമാണ്. അതുകൊണ്ടാണ് പന്നി വളർത്തൽ അവിടെ ഉള്ളത്. ഇസ്രായേൽക്കാരുടെ ദേശത്ത് എന്നാൽ അവർ പന്നികളെ ഇങ്ങനെ വളർത്തുകയില്ല. ഇവിടെ പന്നി വളർത്തുന്ന ദേശമാണ്. അതൊരു വിജാതീയരുടെ സ്ഥലമാണ്. ഗരസേന്യ ദേശം അഥവാ ഗദരദേശം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ദേശമാണ്. നമുക്കറിയാം അടുത്തെന്ത് സംഭവിച്ചു. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ഈ ദുരാത്മാക്കൾ എല്ലാം കൂടെ ഈ പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ പെട്ടെന്ന് അവയുടെ നിയന്ത്രണം വിട്ട് അവരെല്ലാം കൂടെ ഓടി ഗലീലക്കടലിലേക്ക് ചാടി അവയെല്ലാം ചത്തുപോയി. ഏതാണ്ട് 2000-ഓളം പന്നികൾ ഉണ്ടായിരുന്നു. ഓരോ പന്നിയിലും 1, 2, 3 ദുരാത്മാക്കൾ പ്രവേശിച്ചിരിക്കാം എന്ന് നമുക്ക് കണക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് മുമ്പോട്ട് നോക്കാം. 15-ാം വാക്യം നോക്കുക. യേശുവിൻ്റെ അടുക്കൽ വന്ന് ലെഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിരെ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ, സങ്കടകരമായ ഒരു വചനമാണിത്. ദൈവപുത്രനായ, വിടുതൽ നൽകുന്നവനായ യേശു തങ്ങളുടെ ദേശത്ത് വന്നപ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ച്, ഗദരദേശക്കാരെ സംബന്ധിച്ച് അവരുടെ പന്നി വളർത്തലാണ്, അവരുടെ പണമാണ്, അവരുടെ ധനമാണ്, അവരുടെ സ്വത്താണ്. അതാണ് അവർക്ക് മുഖ്യമായ കാര്യം. അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, പ്ലീസ് ലീവ് അസ്, ഞങ്ങളുടെ ദേശം വിട്ടു പോകണമേ. ഒരുപക്ഷെ ഇനി ഇതുപോലെ ചില ഭൂതഗ്രസ്തരെ കൂടെ യേശു സൗഖ്യമാക്കിയാൽ തങ്ങളുടെ ഇനിയും പല പന്നിക്കൂട്ടങ്ങളും തങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ യേശുവിനോട് റിക്വസ്റ്റ് ചെയ്തു, കർത്താവ്, ഞങ്ങളെ വിട്ട്, യജമാനെ ഞങ്ങളെ വിട്ട് പോകണമേ. അവർക്ക് ലഭിച്ച വലിയൊരു പ്രിവിലേജ് ആയിരുന്നു യേശു അവരുടെ ദേശത്ത് വന്നു എന്നുള്ളത്. അവരത് വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല, അതിനെ ദുരുപയോഗപ്പെടുത്തി. എന്നിട്ട് യേശുവിൻ്റെ കൂടെ പോകുവാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. യേശുവേ, ഞാനും കൂടെ വരട്ടെ, അങ്ങയോടൊപ്പം ഞാനും സഞ്ചരിക്കട്ടെ. യേശു അത് വിലക്കി. പറഞ്ഞു, നീ നിന്റെ ആൾക്കാരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിന്നോട് കരുണ കാണിച്ച വിവരം അവരോട് പറയുക, നീ ഒരു സാക്ഷിയായിട്ട് പോകണം എന്ന് പറഞ്ഞു. യഹൂദ്യദേശത്ത് യേശു എല്ലാവരെയും വിലക്കി, മിണ്ടരുത്, നീ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം ഇവിടെയുള്ള മനുഷ്യരൊക്കെ വിജാതീയരായ മനുഷ്യരാണ്. അവർ ദൈവത്തിൻ്റെ ഈ കരുണ അവരൊന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെക്കുറിച്ച് അവർ അറിയേണ്ടത് ആവശ്യമാണ്. അവിടെ യേശുവിന് ഇനി മിനിസ്ട്രി ഒന്നുമില്ല. യേശു മടങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആ കരുണ, കമ്പാഷൻ നീ മറ്റുള്ളവരോട് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിട്ടു. അവൻ സുവിശേഷത്തിൻ്റെ ഒരു വക്താവായി ഈ വിജാതിയർ താമസിക്കുന്ന ദേശങ്ങളിൽ പോയി യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ധൈര്യമുള്ള ഒരു സാക്ഷിയായി അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്കും ഇതൊരു നമ്മുടെ മുൻപിൽ ഈ കാര്യം ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. നമുക്ക് ലഭിച്ച ഈ സദ്വർത്തമാനം നാം മറ്റുള്ളവരോട് പറയണം. നമുക്ക് വാസ്തവത്തിൽ ആത്മീയമായ സൗഖ്യം കിട്ടി. നാം ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് ശരീരത്തിൽ സൗഖ്യം കിട്ടിയാൽ നമുക്ക് അറിയുന്നവരോടൊക്കെ പറയും, ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ ഈ രോഗത്തിന് സൗഖ്യം വരും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മീയമായ സൗഖ്യദാതാവായ ക്രിസ്തുവിനെക്കുറിച്ച്, നമുക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് നാമും മറ്റുള്ളവരോട് പറയേണ്ടതാണ്. 20-ാം വാക്യത്തിലേക്ക് വരാം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ദെക്കപ്പോലി ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാൻ്റെ ആ പ്രദേശമാണ്. ഗലീലക്കടലിൻ്റെ സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ആ ഭാഗം, യേശു ബോട്ടിൽ വന്നിറങ്ങിയ ആ സ്ഥലം, അതെല്ലാം ഉൾപ്പെടുന്നതാണ് ദെക്കപ്പോലി. ദെക്കപ്പോലി എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങൾ
10 cities എന്നാണ്. അവിടെ 10 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. ആ 10 പട്ടണങ്ങൾക്കും സ്വതന്ത്രമായ സർക്കാരുകളും ഉണ്ടായിരുന്നു. അവർക്ക് തമ്മിൽ ബന്ധമുള്ള ഒരു സർക്കാർ അവർക്കുണ്ടായിരുന്നു. അതാണ് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. എങ്കിലും അവർ വിജാതീയരായ മനുഷ്യരായിരുന്നു. ആ നാട്ടിൽ നിന്നൊക്കെയും യേശുവിൻ്റെ ശുശ്രൂഷ കേൾക്കുവാനായിട്ട് ആളുകൾ യെരൂശലേമിലും ഗലീലയിലും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദക്കപ്പുലി ദേശത്തു നിന്നും ആളുകൾ വിവരം കേട്ട് ഗലീലയിലും മറ്റും യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വന്നു, ശുശ്രൂഷയ്ക്ക് അവർ കടന്നു വന്നു എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അനേകം പേർക്ക് വിടുതൽ ലഭിക്കുന്നു, ഭൂതഗ്രസ്തർക്ക് സൗഖ്യമുണ്ടാകുന്നു. അങ്ങനെ ആ പ്രവൃത്തി അനേകം നല്ല രീതിയിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വർദ്ധിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ.